നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് നമ്മൾ കാണാൻ കാത്തിരുന്ന ആ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നെ. കുറെ ദിവസമായി നമ്മൾ പറയുന്നത് വേദയുടെ അടുത്തേക്ക് വിക്രം എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അവസാനം നാളത്തെ ദിവസമാണ് അത് സംഭവിക്കാനായിട്ട് പോകുന്നത്. വേദയെ രക്ഷിക്കാനായിട്ട് വിക്രം വേദയുടെ അരിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേങ്കില് അവിടെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളൊക്കെയാണ് ആ സമയത്തുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു അവസാനം വിക്രം ജീനയെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ജീന അത്ര പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ. അങ്ങനെ ജീനയെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഒരു കാര്യം മനസ്സിലായി. വേദ ഒരിക്കലും വീട്ടിലേക്ക് പോയില്ല. വേദയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് കണ്ടെത്തുക തന്നെ വേണം. ഒരു രാത്രി കഴിഞ്ഞു, പിറ്റേ ദിവസമായെന്ന് ഓർക്കണം. ആ സമയത്തെല്ലാം വേദ ഗുണ്ടാഭിലാഷിന്റെ തടവിലാണ് കഴിയുന്നത്. പക്ഷെ വിക്രത്തിന് മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുവാണ്. കാരണം വിക്രത്തിന് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കണ്ണടച്ചു കഴിയുമ്പോഴത്തേനും വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദയുടെ മുഖമാണ് വരുന്നേ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് മുറിയിലുള്ള സമയത്ത് അവര് തമ്മിൽ ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ നടക്കുമെങ്കിലും ഒരു പക്ഷേങ്കില് വേദയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. വല്ലാത്തൊരു അങ്കലാപ്പും കാര്യങ്ങളുമായിരുന്നു. എങ്ങോട്ടായിരിക്കും വേദ പോയിട്ടുണ്ടായിരിക്കുക? അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് കാണുമോ? ഇനിയിപ്പം അമ്മയും അല്ലെങ്കിൽ നന്ദിനിയടുത്തൊക്കെ പറയുന്ന പോലെ അവൾ ഒരിക്കലും വീട്ടിലേക്ക് പോകത്തില്ല. അല്ല, അവര് പറയുന്ന വീട്ടിലേക്ക് പോകുന്ന, പക്ഷെ എന്താണെങ്കിൽ അവള് വീട്ടിലേക്ക് പോകത്തില്ല. അങ്ങനെ അവള് പോകുന്നുണ്ടെങ്കിൽ അവൾ വീട്ടിൽ വന്ന് തങ്ങളോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. പക്ഷെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത വിക്രത്തിന്റെ മനസ്സിന് ഇങ്ങനെ വല്ലാതെ പിടിമുറുക്കുവാണ്. പിന്നീട് വിക്രം അന്വേഷിക്കുകയാണ്, വേദയെക്കുറിച്ച് അന്വേഷിക്കുക. അതിനുശേഷം ആദ്യം പോകുന്നത് സജീവിന്റെ ഒക്കെ അടുത്തേക്കാണ്. വർക്ക്ഷോപ്പിലേക്കാണ് ചെല്ലുന്നത്. വർക്ക്ഷോപ്പിൽ ചെന്ന് കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. വേദയെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തിനും സജീവൻ പറഞ്ഞു, അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കാണും. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചേ വിക്രം, ചിലപ്പം നിനക്കെതിരെ മൊഴി തന്നുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിന്നെ ഫേസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, വേദ അത്ര ഒരു പെണ്ണാന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് അങ്ങനെ വിക്രത്തെ ഫേസ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് അന്വേഷിച്ച് നോക്കൂ വിക്രം. ഒരു പക്ഷെ അവൾക്കിനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് അറിയില്ലോ എന്ന് പറയണം. വിക്രം പറഞ്ഞു, എന്റെ മനസ്സിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് രാജേട്ടാ. എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഗുണ്ട അഭിലാഷും കൂട്ടർ എവിടെയാന്ന് എനിക്ക് അറിയണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവരെവിടെയുണ്ടെന്ന് അറിയുവാണെങ്കിൽ ചിലപ്പോൾ വേദയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ ആദ്യം വേദയുടെ വീട്ടിലുണ്ടോന്നൊന്ന് വിളിച്ചന്വേഷിക്കുക. അതെങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അത് ചെയ്തിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറയണം. വിക്രത്തിന് തോന്നി അങ്ങനെയാണോ ഒരു പക്ഷേങ്കിൽ ശ്രീജയടുത്തി ഒന്ന് വിളിക്കാന്ന് കരുതിയിട്ട് വിക്രം ശ്രീജയെ വിളിക്കുവാണ്. ശ്രീജയെ വിളിച്ചിട്ട് ശ്രീജയോട് പറഞ്ഞു, ശ്രീജയടുത്തി വേദ എത്തിയോന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയണം. പിന്നീട് ശ്രീജയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക ശ്രീജയടുത്തി വേദയുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുമോന്ന് ചോദിക്കുകയാണ്. കാരണം വിക്രത്തിന് എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുവാണ്, ശ്രീജ വിളിക്കുവാണ് വേദയുടെ വീട്ടിലേക്ക്. അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അറിയുന്നത് വേദ അവിടെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജയ്ക്കും ഭയങ്കര ടെൻഷനായി. കാരണം വിക്രം പറഞ്ഞ പോലെ തന്നെയാണല്ലോ, വേദ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവൾ പിന്നെ എങ്ങോട്ടേക്ക് പോയി? ഒരു രാത്രി കഴിഞ്ഞു, പിറ്റേ ദിവസമായി. അപ്പൊ അവൾ അവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരുന്നേ. പിന്നീട് വിക്രത്തിനെ വിളിച്ച് കാര്യം പറയണം. വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് വിക്രം ഒന്ന് ആലോചിച്ചു. അവള് തന്നെ കണ്ടിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞ് താൻ എന്റെ സത്യാവസ്ഥ തെളിയിക്കുമെന്നാ പറഞ്ഞിട്ട് പോയിരിക്കുന്നേ. അപ്പോൾ അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ എന്നൊക്കെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുവാണ്. ഒരു പക്ഷേങ്കില് അങ്ങനെയാണെങ്കിൽ വാസവന്റെ ഗുണ്ടകളോ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെയാണ് വിക്രം അറിയുന്നേ ഗുണ്ടാഭിലാഷും കൂട്ടരും എവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രം അറിയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ തട്ടകത്തിലൊന്ന് പോയി നോക്കിയറിയാം കാര്യങ്ങൾ എന്താവുന്നു. മിക്കവാറും വാസവനും അവനും ചേർന്നിട്ട് വേദയെ തടങ്കിൽ പാർപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും വിക്രത്തിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് അത് കണ്ടെത്തിയിട്ട് കാര്യം എന്ന് കരുതിയിട്ട് നേരെ വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഏകദേശം ഗുണ്ടാഭിലാഷിന്റെ കോട്ടകളും കാര്യങ്ങളൊക്കെ വിക്രത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് വിക്രത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നു. ഈ സമയത്ത് MLA വാസവനും തന്റെ ചിങ്കിടികളും കൂടെ നേരെ വേദയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. വേദയാണെങ്കിൽ ആകെപ്പാടെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ആഹാരമില്ല, നേരെ ചൊവ്വ വെള്ളം പോലും കിട്ടുന്നില്ല. വയ്യാത്തൊരവസ്ഥയിലാണ് വേദ ഇരിക്കുന്നത്. അപ്പോഴേക്കാണ് വാസവൻ അങ്ങോട്ടേക്ക് വരുന്നത്. വാസവൻ വന്നിട്ട് വേദയൊന്ന് നോക്കി. പിന്നീട് പറഞ്ഞു, എന്ത് പറ്റി മോളെ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്? ആകെപ്പാടെ വാടി തളർന്നു പോയല്ലോ. എന്താടാ അഭിലാഷേ, ഇവൾക്കൊന്നും കൊടുക്കണില്ല എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോ അഭിലാഷ് പറഞ്ഞു, ഇവൾക്ക് കൊടുക്കാനായിട്ടാ. ഇവൾക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കൊടുപ്പ് ഞാൻ അങ്ങോട്ട് കൊടുക്കുമെന്ന് പറയണം. ഈ സമയത്ത് വാസവൻ പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെ നോക്കണേ, നിനക്ക് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുക.
മോളെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു രാത്രി കഴിഞ്ഞു, നിന്നെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അതിനർത്ഥം എന്താ? നിന്നെ ആർക്കും വേണ്ട. നിന്റെ ഭർത്താവെന്ന് പറയുന്ന വിക്രം ഉണ്ടല്ലോ, അവൻ രക്ഷിക്കാൻ വരുമെന്ന് ഓർത്തല്ലേ നീ ഇത്ര അഹങ്കരിച്ചിരുന്നേ. അവൻ വരാനൊന്നും പോകുന്നില്ലെന്ന് മനസ്സിലായി. ഇനി ഇവിടെ കിടന്ന് നീ തീരുവുള്ളൂ, ഇഞ്ചിഞ്ചായിട്ട് നീ മരിക്കുള്ളൂ. പിന്നീട് അഭിലാഷിനോട് പറഞ്ഞു, ഇനിയിപ്പൊ ഇവളെ വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നില്ല, ഇവളെ അങ്ങോട്ട് തീർത്തേരെ. ഒരിറ്റ് ശ്വാസം വേണേ അങ്ങോട്ട് വെച്ചേക്കാൻ പറയണം. ഇനിയിപ്പൊ അവൻ എങ്ങാനും വരുവാണെങ്കിൽ അവന് കാണാൻ പാകത്തിന്, അത് കഴിയുമ്പോൾ അതും കൂടെ തീർത്തേക്കണമെന്ന് പറയണം. പിന്നീട് വാസാൻ അവിടെ കിടന്ന ഒരു കമ്പെടുത്തിട്ട് വേദയുടെ തോളത്തിനുണ്ടെങ്കിലും തട്ടുവാണ്. വേദയ്ക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. വേദ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്. ആഹാ, പെണ്ണ് ഇത്രയൊക്കെ ആയിട്ട് പെണ്ണ് അഹങ്കാരത്തിന് കുഴപ്പമില്ലല്ലോ. അവളുടെ കണ്ണുകൾ കണ്ടോ? ദേ ഇങ്ങനെ നീ നോക്കിയിട്ടാണ് നിന്റെ കണ്ണായിരിക്കും ആദ്യം ഞാൻ ചോടുന്നെടുക്കണേ എന്നൊക്കെ വാസവൻ പറയാണ്. എവിടെ പോയി നിന്റെ ശൗര്യവും കാര്യങ്ങളൊക്കെ? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നീ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയതല്ലേ എന്നൊക്കെ വേദയോട് പറയാണ്. ഈ സമയത്ത് വേദ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, വരൂടാ, വിക്രം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും കുണ്ടാഭിലാഷിനോട് വാസവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, അവളുടെ വായിലെ തുണി അങ്ങോട്ട് മാറ്റാൻ പറയണം. തുണി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, എന്നെ രക്ഷിക്കാനായിട്ട് എന്റെ വിക്രം വരുമെന്ന് പറയാം. വരും, അവൻ നന്നായിട്ട് വരും. അവനെ വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നേ. പക്ഷേ അവന് നിന്നെ വേണ്ടാന്ന് തോന്നിയെന്ന് പറയണം. സാരമില്ല, നിന്നെ ആദ്യം അങ്ങോട്ട് ഞാൻ തീർക്കാം, പിന്നെ അവനെ പുറകെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ആദ്യം നീ പുറകെ അവന്, അങ്ങനെ ഓരോരുത്തരായിട്ട് എന്റെ ശത്രുക്കളെ ഞങ്ങൾ പരലോകത്തേക്ക് ഞാൻ പറഞ്ഞയക്കും. ആദ്യം നീ തന്നെ പൊയ്ക്കോളാൻ പറയണം. അല്ലെങ്കിൽ ഇത്രയായിട്ടും ആരെങ്കിലും അന്വേഷിച്ച് വരണ്ടല്ലേ, നിന്റെ വീട്ടുകാർ പോലും വരുന്നില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പം ഹേരയ്ക്ക് മനസ്സിലായി തന്റെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ വിക്രം അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും താൻ വീട്ടിലായിരിക്കും എന്ന് ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. വേദയ്ക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പിന്നീട് വേദയോർത്ത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം തന്നെ രക്ഷിക്കാനായിട്ട് വിക്രം വരുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് വാസവൻ പറഞ്ഞു, എടാ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക് എന്നൊക്കെ പറയണം. എന്നും പറഞ്ഞിട്ട് വാസവനും ഗുണ്ടകളും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് വീണ്ടും വേദയുടെ വായിലേക്ക് തുണി കുത്തി തിരികണം അവന്മാര്. കാരണം വേദ ഒരു കാരണവശാലും ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളമൊന്നും ഉണ്ടാക്കരുത്, അതുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം അഭിലാഷ് വന്നിട്ട് പറഞ്ഞു, ദേ വാസവ സാറ് പറഞ്ഞിട്ട് പോയത് കേട്ടോ, ഇനി എനിക്ക് എന്ത് വെള്ളം നിന്നെ എപ്പോൾ വെള്ളം ചെയ്യാം, ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നീ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാലും ആരും നിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ലെന്ന് പറയാം. പിന്നെ നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ കോന്തൻ, അവൻ ഇനി വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഇത്രയും പേര് ഞങ്ങൾ കാവലിൽ നിൽക്കുമോ? നിന്നെ രക്ഷിച്ചുകൊണ്ട് പോകാൻ അവന് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടി എന്ന് പറയാണ്. ആ സമയത്ത് വേദയ്ക്ക് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായി. ഒരുപക്ഷെ വിക്രം വരുന്നതിന് മുമ്പ് ഇവന്മാർ തന്റെ കഥ കഴിക്കുമോ എന്നൊരു ചിന്തയെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തന്നെ രക്ഷിക്കാൻ വിക്രത്തിന് മാത്രം സാധിക്കുള്ളൂ വേദയ്ക്ക് അറിയായിരുന്നു. ഒരു പക്ഷേങ്കില് മഹാദേവൻ കൂട്ടിയണക്കിയ ബന്ധം അതങ്ങളുടെ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കുമെന്നും തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കുമോ? അതൊക്കെ ഓർത്തപ്പോൾ വേദയ്ക്ക് സങ്കടം വന്നു. ഈ സമയത്താണ് പുറത്ത് വിക്രത്തിന് ബൈക്ക് വന്ന് നിൽക്കുന്നത്. വിക്രം കൂടെ അകത്തേക്ക് കയറി വരുമ്പത്തേനും പുറത്ത് കാവൽ ഭടന്മാരെ പോലെ രണ്ടുപേരുണ്ടായിരുന്നു. അവന്മാരെ ഇടിച്ച് പഞ്ചറാക്കുവാണ് വിക്രം. കാരണം വിക്രത്തിന് ഒറ്റ ഇടിക്ക് തന്നെ അവന്മാർ താഴെ വീണു. പിന്നീട് വിക്രം അങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പത്തേനും ആ കാഴ്ച കാണുന്ന വേദയെ കെട്ടിയിട്ടിരിക്കുക. വേദ വായിൽ തുണിയൊക്കെ കുത്തിത്തിരികെ. അപ്പോഴേക്കുമാണ് ഗുണ്ടാഭിലാഷ് ആ കാഴ്ച കാണുന്നത്. നീ വന്നോടാ, നിന്നെ കാത്തിരിക്കുമായിരുന്നു പറയുമായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം അവന്മാരെ നോക്കി. പിന്നീട് എന്ത് ചെയ്യണം, ഗുണ്ടാഭിലാഷിന് നേരെ ആദ്യത്തെ ആക്രമണം അഴിച്ചുവിടുവാണ്. അങ്ങനെ അവിടെ കിടന്ന് പൊരിഞ്ഞടി നടക്കുവാണ്. ഗുണ്ടാഭിലാഷിനെ അടിച്ച് നിരപ്പാക്കുന്ന സമയത്ത് വേദയെ നോക്കി വിക്രത്തിനെ. കാരണം വേദയ്ക്ക് മനസ്സിലായി ഇനി തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. തന്റെ വിക്രം വന്നു, തന്നെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു അറിയാം. പക്ഷേങ്കില് അഭിലാഷിനെ നേരിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വിക്രത്തിന് തലയ്ക്കൊരു അടി ഏൽക്കുവാണ്. പുറകിൽ നിന്ന് ഒരുത്തം വന്നിട്ട് ഒറ്റ അടിയായിരുന്നു. വിക്രം തറയിലേക്ക് വീണു. നെറ്റിയെല്ലാം പൊട്ടി ചോര വന്ന് വിക്രം തലയിൽ താഴെ അങ്ങോട്ടേക്ക് വീഴുവാണ്. വിക്രത്തിന് ബോധം അതോടുകൂടി പോയി. ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി വേദയ്ക്ക്. ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. വിക്രം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ച. പക്ഷേങ്കിൽ ആ അടിയിൽ വിക്രം തലയിറങ്ങി താഴെ വീണുപോയി. വേദയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ വിക്രം അവരുടെ പിടിയിലാകപ്പെടുക. പക്ഷേങ്കിൽ അവസാനം വിക്രത്തിന് ബോധമൊക്കെ വീഴുന്നുണ്ട്. വിക്രത്തിന് ബോധം വന്ന് വിക്രം അവന്മാരെല്ലാം അടിച്ച് നിരപ്പാക്കിയിട്ട് അവിടുന്ന് വേദയും രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും 2 ദിവസം കൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. വേദയും വിക്രവും തമ്മിൽ കൂടുതൽ അടുക്കും. കാരണം അവിടുന്ന് രക്ഷപ്പെട്ട് അവർ വലിയൊരു കാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. കാട്ടിൽ കൂടെയാണ് വേദയും രക്ഷിച്ചുകൊണ്ട് വിക്രം ഓടിപ്പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും ഒന്നാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.